ഗോകുലം ഗോപാലേട്ടന് വാർദ്ധക്യപ്രായമുണ്ട്. പക്ഷേ മകളുടെ പ്രായമുള്ളവരുടെ കുളിസീൻ കാണണമെന്ന് ഏതെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ഒരു 80 വയസ്സായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഓഡിയോ പുറത്തിറങ്ങിയതാണല്ലോ. ഗോകുലം ഗോപാലേട്ടന്റെ വോയിസ് എന്താ ആൻഡോയുടെ ചാനലിൽ ഇറക്കാതിരുന്നത്? വ്യാജ റിപ്പോർട്ടർ ചാനൽ മുതലാളി ആൻഡോയുടെ ഓഫീസിന് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ പോയി കുത്തിയിരിപ്പ് നടത്തും. എന്നെ തകർക്കാനായിട്ട് ഇനി പരിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോകുലം ഗോപാലന് ഒരു ബിനാമിയുടെ ആവശ്യമുണ്ടോ കേരളത്തിൽ? ഗോകുലം ഗോപാലൻ എന്തിനാണ് ഒരു ബിനാമി? നേരായ മാർഗത്തിൽ ഹോട്ടലുകൾ വാങ്ങിക്കൂടെ? നേരായ മാർഗത്തിൽ ബിസിനസ് നടത്തിക്കൂടെ? നേരായ മാർഗത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൂടെ? ആ ഗോകുലം ഗോപാലനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഗോപാലേട്ടനെ ഞാൻ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു ശോഭാ സുരേന്ദ്രൻ എന്നാണ് 1 മണിക്കൂർ പരിപാടിയിൽ ആൻഡോ പറഞ്ഞത്. ഗോകുലം ഗോപാലേട്ടന്റെ വോയിസ് എന്താ ആൻഡോയുടെ ചാനലിൽ ഇറക്കാതിരുന്നത്? ഗോകുലം ഗോപാലേട്ടന് വാർദ്ധക്യപ്രായമുണ്ട്. പക്ഷേ മകളുടെ പ്രായമുള്ളവരുടെ കുളിസീൻ കാണണമെന്ന് ഏതെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ഒരു 80 വയസ്സായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഓഡിയോ പുറത്തിറങ്ങിയതാണല്ലോ. മാധ്യമ പ്രവർത്തകർ കേട്ടതാണല്ലോ, ഞാൻ ഉൾപ്പെടെ കേട്ടതാണല്ലോ. ബാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് എനിക്ക് രേഖയില്ലാത്തത് കൊണ്ടല്ല. ഞാൻ കേരളത്തെ സ്ത്രീകൾക്കിടയിൽ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. രേഖയില്ലാത്തത് കൊണ്ടല്ല, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ആൻഡോ മറുപടി പറഞ്ഞില്ല. പകരം എന്നെ വീണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പല ആംഗിളുകളിൽ കൊടുത്ത് എന്നെ എന്നെ മര്യാദയില്ലാത്തവളാക്കി കേരളത്തിൽ ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. കൂടെ ഇരിക്കുന്ന എനിക്കാകെ അതിനകത്ത് ഒരൊറ്റ വ്യക്തിയോട് ചെറിയ ബഹുമാനമുണ്ട്. ആള് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറുപടി പറയും, ഏത് കമ്മ്യൂണിസ്റ്റുകാരന് ശോഭയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നാൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഈ റിപ്പോർട്ടറിനോട് ഞാൻ പറയുകയാണ്, ഇവിടുത്തെ പൊതുസമൂഹത്തോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അഭിനയ പരിപാടി 1 മണിക്കൂർ നടത്തുന്ന ചാനൽ ദയവ് ചെയ്ത് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരും എൻ്റെ സംഘപരിവാറിൻ്റെ പ്രവർത്തകരും ദയവ് ചെയ്ത് കാണരുത്. ഇത് നിങ്ങൾ അടച്ചുപൂട്ടണം. വേറെയുള്ള മാധ്യമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം. കാരണം എന്താണെന്നറിയുമോ? ഇത് രാജ്യദ്രോഹ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പണം പറ്റി, ഫണ്ട് പറ്റി ഈ കേരളത്തെ തകർക്കാൻ, കേരളത്തെ മറ്റൊരു കാശ്മീരാക്കാൻ, പഴയ കാശ്മീരാക്കാനാണ് ഈ മാധ്യമ മുതലാളി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖം മൂടി അത് വലിച്ചു കീറണം എന്നുള്ളത് എന്നോടൊപ്പം എൻ്റെ അമ്മമാർ, എൻ്റെ സഹോദരന്മാർ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന് പറഞ്ഞു, ഞാൻ 1500 കോടി രൂപ കയ്യിലുണ്ട്. ഒരു കാര്യം മിസ്റ്റർ ആൻഡോ, ഇത് ആൻഡോ മുതലാളിക്ക് മഞ്ഞളാംകുഴി ഫാമിലിയിൽ മുൻ മന്ത്രിയുടെ കുടുംബം, ആ കുടുംബം ആൻഡോയുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായിട്ടുള്ള മഞ്ഞളാംകുഴി അലിയുടെ കുടുംബത്തിന് 18 കോടി രൂപയോളം നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഈ ആൻഡോ ഈ മാധ്യമം വാങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചു. ആപ്പിളിനെ വെല്ലുന്ന മാംഗോ ഫോൺ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ മാംഗോ ഫോണ് അതിനു വേണ്ടി കൊടുത്ത ബാങ്കിലൂടെ, ഇത് ഗോകുലം ഗോപാലേട്ടൻ മനസ്സിലാക്കണം, ഇത് കള്ളപ്പണമല്ല. ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ ചെയ്ത് ചെക്ക് ലീഫ് കൊടുത്തതാണ്. ഇത് മുഴുവൻ 18 കോടി 17.25 കോടി രൂപയോളം ഒരു കുടുംബത്തിൻ്റെ പറ്റിച്ചുകൊണ്ട്. ഇതാണ് മാംഗോ ഫോണിൻ്റെ എംബ്ലം. മാധ്യമ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. മാംഗോ ഫോൺ, ആപ്പിളിനെ വെല്ലുന്ന മാംഗോ ഫോൺ, ഇതെല്ലാം തന്നെ ആ മഞ്ഞളാംകുഴി അലിയുടെ കുടുംബം അവർ നടത്തിയിട്ടുള്ള കേസുകളാണ്. 1500 കോടി രൂപ മഞ്ചേരി കോടതിയിലാണ് ഈ കേസ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ദുബായിലും നടന്നിരുന്നു. ദുബായിൽ നടന്ന സമയത്താണ് ആൻഡോ സഹോദരന്മാർ, കാരണം ഇവരെപ്പോഴും പോകുന്നത് 3 സഹോദരന്മാർ ഒരുമിച്ചാണ് ബിസിനസ്സിന് പോകുന്നത്. 3 സഹോദരന്മാർ ഒരുമിച്ച് ചെല്ലുമ്പോൾ ആരെങ്കിലും വിചാരിക്കുമോ ഇതൊരു തട്ടിപ്പാണെന്ന്? ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ സത്യസന്ധനായിട്ടുണ്ടാകുമെന്നല്ലേ നമ്മളൊക്കെ കരുതുക. 3 പേരും ഒരുമിച്ച് ചെല്ലുന്നു. അങ്ങനെ ഈ മഞ്ഞളാംകുഴി അലിയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് 18 കോടിയോളം മാംഗോ ഫോണിൻ്റെ GCCയുടെ ഡിസ്ട്രിബ്യൂട്ടറാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ 18 കോടി രൂപയോളം കൊടുത്ത ആ ഫാമിലിക്ക് മാംഗോ ഫോൺ പോകട്ടെ, ഒരു മാംഗോ വരെ കിട്ടിയില്ല.
18 കോടിയോളം നഷ്ടപ്പെടുത്തി. അപ്പോൾ 20 ദിവസം ഔട്ട് ഓഫ് കൺട്രിയിൽ ജയിലിൽ പിടിച്ചിട്ടു. ആൻഡോയുടെ സഹോദരനെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗോകുലം ഗോപാലേട്ടനെ വിളിച്ചു കരഞ്ഞു. കുറേ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനെ വിളിച്ച് കരഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ഇടപെട്ടതെന്നറിയില്ല. മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന മൗലാന ഹോസ്പിറ്റലിൻ്റെ ഉടമ എന്ത് ചെയ്തു? ഒരു കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ കോപ്പി ഞാൻ മാധ്യമപ്രവർത്തകർക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട് ആ കരാറിൻ്റെ കോപ്പി. എല്ലാവർക്കും ഓരോ കോപ്പി ഞാൻ നൽകിയിരുന്നു. ഇതാണ് ആ കരാറിൻ്റെ കോപ്പി. ഈ കരാറിൽ നാലകത്ത് അബ്ദുൾ റഷീദ് ഇദ്ദേഹം ആരുമായിട്ട് കരാറുണ്ടാക്കി? മുൻ മന്ത്രി മഞ്ഞലാംകുഴി അലിയുടെ സഹോദരനുമായിട്ട് ആ കുടുംബവുമായിട്ട് കരാറുണ്ടാക്കി. എന്താ കരാറ്? ജയിലിൽ കിടക്കുന്ന ആൻഡോയുടെ സഹോദരനെ പുറത്തിറക്കാനുള്ള പണം അതാര് കൊടുക്കാം? ഈ 17.5 കോടിയും അബ്ദുൾ റഷീദ് ഈ മൗലാനയുടെ ഉടമസ്ഥൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കരാറുണ്ടാക്കിയിട്ട് തൽക്കാലം ജയിലിൽ നിന്ന് പുറത്തിറക്കി. ഇപ്പം എന്തായി? അദ്ദേഹം അതിനുവേണ്ടി അവിടെ കെട്ടിവെച്ച ഒരു തുകയുണ്ടാവുമല്ലോ, 17 കോടി സ്വാഹ. 18 കോടി മഞ്ഞലാംകുഴിയുടെ ഫാമിലിയുടെയും അതും നഷ്ടപ്പെട്ടു. 1500 കോടി രൂപ ആസ്തി സ്വന്തമായിട്ടുള്ള റിപ്പോർട്ടറിൻ്റെ ഉടമ, വ്യാജ ഉടമ, ദയവ് ചെയ്ത് മിസ്റ്റർ ആൻഡോ ഈ പണം കൊടുക്കണം. ഈ പണം കൊടുത്തില്ലെങ്കിൽ, കേസ് നടക്കുകയാണ് കോടതിയിൽ, ഈ പണം കൊടുത്തില്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ആ കുടുംബം സമീപിച്ചു എന്നിരിക്കട്ടെ, ഞങ്ങൾ സമരത്തിന് പോകും, കൈ കൊടുത്ത് സഹായിക്കും. അത് ചിലപ്പോൾ ആൻഡോയുടെ വീട്ടുപടിക്കലാവാം, ചിലപ്പോൾ ആൻഡോയുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുന്നിലാവാം. മറ്റൊന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഹയാത്ത് ഹോട്ടൽ തൃശ്ശൂരിലാണ് പ്രവർത്തിക്കുന്നത്. ഹയാത്ത് ഹോട്ടലിലേക്കും ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇന്നലെയാണ് അന്വേഷിച്ചത്. ഹയാത്ത് ഹോട്ടലിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു മന്ത്രി, എൻ്റെ സുഹൃത്ത്, വന്നിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേന്ദ്ര തലത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആൻഡോ പറയുന്ന ഉപമ പോലെയല്ല ഇത്. അപ്പോൾ തൃശ്ശൂരിൽ ഗുജറാത്തിൽ നിന്നുള്ളൊരു മിനിസ്റ്റർ വന്ന സമയത്ത് ഞാൻ ഹയാത്ത് ഹോട്ടലിൽ പോയി, ശരിയാണ്, കണ്ടു. എൻ്റെ കൂടെ വേറെയും എൻ്റെ പാർട്ടിയുടെ ഒരാളെ, സാക്ഷി വേണമല്ലോ, ഒരാളെ ഞാൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ട ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഹയാത്ത് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് റൂം എടുത്തത്? ശോഭാ സുരേന്ദ്രൻ്റെ എത്ര നമ്പർ മുറിയായിരുന്നു? ശോഭാ സുരേന്ദ്രൻ്റെ ID കാർഡ് അവിടെ ഉണ്ടോ? ആ ID കാർഡിൻ്റെ ഒരു കോപ്പി വേണമല്ലോ. എന്തിനാണ്? ID കാർഡിൻ്റെ ഒരു കോപ്പി കിട്ടിയാൽ ഏത് ട്രാവൽ ഏജൻസിയിലും വേണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കളയാൻ, അല്ലെങ്കിൽ 4 കളഞ്ഞ് കുറേ ട്രാവൽ ടിക്കറ്റുകൾ ഉണ്ടാക്കാം. ID കാർഡിൻ്റെ കോപ്പി കിട്ടിയാൽ ഗോകുലം ഗോപാലേട്ടൻ്റെ കുറേ ഹോട്ടലുകളുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഞാൻ റൂം എടുത്തതായിട്ട് രേഖകൾ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്യായമായി എന്നെ തകർക്കാനോ എന്നെ ഇല്ലായ്മ ചെയ്യാനോ എൻ്റെ പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാനോ ഞാനൊരു വ്യക്തിയല്ല. ഞാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമായിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ മുഖമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. എന്നെ തകർക്കാനായിട്ട് ഇനി പരിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി നിങ്ങൾ എന്നെ കാണാൻ എൻ്റെ ഈ വീട്ടിൽ പത്രസമ്മേളനത്തിന് വരേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വ്യാജ റിപ്പോർട്ടർ ചാനൽ മുതലാളി ആൻഡോയുടെ ഓഫീസിന് മുന്നിൽ ശോഭാ സുരേന്ദ്രൻ പോയി കുത്തിയിരിപ്പ് നടത്തും. എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ, എന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെ അവിടേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു ഫേസ്ബുക്കിലൂടെയുള്ള ഒരാഹ്വാനം മാത്രം മതി. അത്രയും കാലം ഞാൻ ഈ പ്രസ്ഥാനത്തെ ചങ്കേറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. എൻ്റെ പ്രവൃത്തികളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ ദേശീയ തലത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നുണ്ട്.